തമ്പാനൂരിൽ കാണാതായ ശുചീകരണ തൊഴിലാളിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. ജോയ് എന്ന ശുചീകരണ തൊഴിലാളിയാണ്. മാരായമുട്ടം സ്വദേശിയാണ്. നെയ്യാറ്റിങ്കര മാരായമുട്ടം സ്വദേശിയാണ് കാണാതായിരിക്കുന്നത്. അദ്ദേഹത്തിന് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. ജലനിരപ്പ് അല്പം ഉയർന്നു എന്ന സംശയം പോലും ഉണ്ടാകുന്നുണ്ട്. എന്തായാലും അവിടെ സ്കൂബ ടീം അംഗങ്ങൾ കനാലിനുള്ളിലേക്കുള്ള പരിശോധനയാണ് ഇപ്പോൾ തുടങ്ങുന്നത്. പരിഷ്കൃത സമൂഹത്തെ നാണിപ്പിക്കുന്ന രീതിയിലുള്ള മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങൾക്കിടയിൽ നിന്ന് ഇങ്ങനെ രക്ഷാപ്രവർത്തനം നടത്തേണ്ടി വരുന്നു എന്നതാണ് ഈ ദുഷ്കരമായ അവസ്ഥ. ശുചീകരണ തൊഴിലാളികൾ കാലങ്ങളായി ഇതിനുള്ളിൽ ഇറങ്ങി നിന്നുകൊണ്ടാണ് ഈ മാലിന്യം വാരിക്കൊണ്ടാണ് ചെയ്തിരുന്നത്. ഇത്തരം ഒരു പരിഷ്കൃത സമൂഹ സാഹചര്യത്തിൽ പോലും നമുക്ക് ഇങ്ങനെയൊക്കെ നടത്തേണ്ടി വരുന്നല്ലോ എന്നോർക്കുമ്പോൾ അങ്ങേറ്റം ദുഃഖമുണ്ടാക്കുന്നതാണ്, നാണിപ്പിക്കുന്നതാണ്. നമ്മുടെ ഭരണാധികാരികളെ ഇരുത്തി ചിന്തിപ്പിക്കണം. ഇങ്ങനെയാണോ സമൂഹം? എന്തായാലും ഈ രക്ഷാപ്രവർത്തന ദൃശ്യങ്ങൾ തുറന്നു കാട്ടപ്പെടുന്നത് തിരുവനന്തപുരം നഗരത്തിൻ്റെ മാലിന്യ നിക്ഷേപം കൂടിയാണ്, അല്ലെങ്കിൽ അതിൻ്റെ അത്ര ഗുരുതരമായ സാഹചര്യങ്ങൾ കൂടിയാണ് എന്നതാണ് സാഹചര്യം. അവിടെ ഇപ്പോഴും രക്ഷാപ്രവർത്തനം അതിൻ്റെ പുതിയ സാധ്യതകളിലേക്ക് നീങ്ങുകയാണെന്ന് വേണം മനസ്സിലാക്കാൻ. ഡാൻ കുര്യൻ ഉണ്ട്. ഡാൻ, ഈ കനാലിലെ അവശേഷിക്കുന്ന ഭാഗത്തെ ഒരു പരിശോധന അത് പൂർത്തിയാക്കിയാണല്ലോ ദൗത്യം. അതെങ്ങനെ പുരോഗമിക്കുന്നു? യെസ്, ഡാനിലേക്ക് സി കെ ഹരീന്ദ്രൻ MLA നമുക്കൊപ്പം ചേരുന്നു. മാരായമുട്ടം സ്വദേശി ജോയി ആണ് കാണാതായിരിക്കുന്നത്. ശ്രീ കെ ഹരീന്ദ്രൻ, താങ്കളുടെ നിയോജക മണ്ഡലത്തിന്റെ ഭാഗമായാണ് അദ്ദേഹം താമസിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് ജോയിയുടെ കുടുംബ പശ്ചാത്തലം? താങ്കൾക്ക് എങ്ങനെയാണ് അവരെ ആശ്വസിപ്പിക്കാൻ കഴിയുക? ഇല്ല, ഒരു നിർധന കുടുംബത്തിലെ അംഗമാണ് ഈ ജോയി. അദ്ദേഹം വിവാഹിതനല്ല, അമ്മയുണ്ട്. സംരക്ഷണം നൽകുന്ന ആ കുടുംബത്തിന്റെ സംരക്ഷണം നൽകാൻ ജോയിയാണുള്ളത്, അമ്മയുമാണ്. ഇത് റെയിൽവേ ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റെടുത്ത ഒരു കരാറുകാരൻ ജീവനക്കാരായി അവരുടെ ലേബേഴ്സായി കൊണ്ടുപോയ കൂട്ടത്തിൽ ഇയാളും ജോലിക്കായി മേനഞ്ചാൻ റോഡിന്റെ നവീകരണത്തിന് വേണ്ടി പോയതാണ്. അടുക്ക് മാറ്റുന്നതിന് വേണ്ടി, മാലിന്യങ്ങൾ മാറ്റുന്നതിന് വേണ്ടി. കൂട്ടത്തിലുണ്ടായിരുന്നവരോടൊപ്പം ജോലിക്കിറങ്ങി മഴ പെട്ടെന്ന് വെള്ളമൊഴുകി വന്നു, ഒലിച്ചു പോയി. അയാൾ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ച ഒരു വേരുണ്ടായിരുന്നു, ആ വേര് അറ്റുപോയി എന്നാണ് കൂടെ ഉള്ളവർ പറയുന്നത്. അദ്ദേഹം നിർഭാഗ്യകരമെന്ന അല്ലേ നമുക്ക് പറയാനാവൂ. ഒരു അപകട അവസ്ഥയിൽ ചെന്ന് പെട്ടു. ജോയിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ജീവന്റെ തുടിപ്പുണ്ടോ ഇല്ലേ എന്നതിനെ സംബന്ധിച്ചുള്ളൊരു സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല. എന്താണെന്നുള്ളതിന്റെ പരിശോധന നടത്തി വരികയാണ്. ഇന്നലെ സ്കൂബ ഡൈവിംഗുകാരെ പല പ്രാവശ്യം പലവട്ടം പരിശോധിച്ചതാണ്. അതോടൊപ്പം വീണ്ടും ഇന്നും പ്രത്യേക ടീം വന്നിട്ടുണ്ട്. റോബോട്ടിക് സംവിധാനം ഉപയോഗിച്ചും ഈ ഒരു MLA, ഇദ്ദേഹം ഒരു നിർധന കുടുംബാംഗമാണ്. ഇത്തരം ശുചീകരണ ജോലിക്കൊക്കെ ഇറങ്ങേണ്ടി വരുന്നതും ഇത്തരം കരാർ തൊഴിലിനൊക്കെ പോകേണ്ടി വരുന്നതും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക എന്ന വലിയ വെല്ലുവിളിയാണ്. അദ്ദേഹത്തിന് എന്തെങ്കിലും അപായം സംഭവിച്ചാൽ ആ കുടുംബത്തിനുണ്ടാക്കുന്ന ആശങ്ക ചെറുതല്ല. ഇനി അങ്ങോട്ടുള്ള വെല്ലുവിളികൾക്ക് ആശങ്ക പരിഹരിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ടല്ലോ. അത് ഏതെല്ലാം മേഖലയിൽ നിന്ന് നമുക്ക് സഹായം ചെയ്യുമെന്നതിനെ കുറിച്ച് ഓടി വന്നതിന് ശേഷമല്ലേ നമുക്ക് പറയാൻ പറ്റൂ. ജീവന്റെ തുടിപ്പുണ്ടെങ്കിലോ നമ്മൾ ഒരു അവിവേകം പറയുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ടാണ് ഒരു വ്യക്തമായ ഒരു എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ളതിനെ കുറിച്ച് പറയാത്തത്. ജീവന്റെ തുടിപ്പുണ്ട്, രോഗിയെ നമുക്ക് കിട്ടിയാൽ ചികിത്സയിലൂടെ രക്ഷിക്കാൻ കഴിയുമെങ്കിൽ പിന്നെ നമ്മളിപ്പോ എന്തെങ്കിലും പറയുന്നത് ഒരു ഗുണകരമാവില്ല. അത് തീർച്ചയായിട്ടും അതല്ല. ഇനിയിപ്പം അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ കൂടി അദ്ദേഹത്തിന് ഒരു വീടില്ല, അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് കേൾക്കുന്നു. അത്തരം കാര്യങ്ങൾക്ക് അദ്ദേഹത്തിന് ഒരു നല്ല വീടില്ല, അത്തരം ചില പ്രശ്നങ്ങൾ നമ്മൾ കേൾക്കുന്നു. അങ്ങനെയെങ്കിൽ അതെ, ഞാൻ അവിടെ പോയിരുന്നു. എന്നോടൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായിരുന്നു, ജില്ലാ ഡിവിഷൻ മെമ്പർ ബിനു ഉണ്ടായിരുന്നു, പഞ്ചായത്ത് പ്രസിഡന്റ് സുരേന്ദ്രൻ ഉണ്ടായിരുന്നു, വാർഡ് മെമ്പർമാരുണ്ട്, എല്ലാ പൊതുപ്രവർത്തകരെല്ലാം ഉണ്ട്. അവിടെ ജനപ്രതിനിധികളെല്ലാം ഉണ്ട്. അയാളുടെ വീട്ടിലേക്ക് കയറുന്ന ഒരു മുറി വീടാണ് അമ്മയും അയാളും താമസിച്ചിരുന്നത്. കയറുന്നിടത്ത് ഇക്കഴിഞ്ഞ ഈ മഴയത്ത് ഒരു വഴി ഇടിഞ്ഞു പോയിട്ടുണ്ട്. ആ വഴി അടിയന്തരമായി നിർമ്മിച്ചു കൊടുക്കുന്നതിന് വേണ്ടി പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പഞ്ചായത്ത് അത് എന്താ ചെയ്യാൻ കഴിയാന്ന് വെച്ചാൽ നോക്കാം.
ഒരു നല്ല സ്റ്റീപ്പായിട്ടുള്ള ഒരു സ്ഥലമാണ്. അത് ഈ മഴയത്ത് ഇടിഞ്ഞു പോയതാണ്. അപ്പോ ഇപ്പൊ വന്നതേ ഉള്ളൂ. ഇപ്പോ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇടിഞ്ഞു പോയതാണ് ആ വഴി. അത് മുകളിലോട്ട് കയറാനുള്ളത്. അവിടെ 1 സെന്റാണ്. അത് അയാളുടെ സഹോദരിക്ക് ഇവരെ കുടുംബത്തിൽ നിന്ന് മാറ്റി വെച്ചതാണ്. 5 സെന്റ് മറ്റേ ഉള്ളൂ. 1 സെന്റ് അതിന് വേണ്ടി മാറ്റി വെച്ചതാണ്. സഹോദരിയുടെ പേരിലാണ് കിടപ്പുള്ളത്. എന്തായാലും അത് പിന്നെ മുകളിലേക്ക് കയറേണ്ടതായിട്ടുള്ള ഒരു വഴിയുണ്ട്. അത് പഞ്ചായത്ത് എന്നാലും മുൻകൈ എടുത്ത് ഏതെങ്കിലും പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മൾ വളരെ വേഗം ചെയ്തു കൊടുക്കാനുള്ള ഇടപെടൽ നടത്തും. ഒരു വീടിന്റെ കാര്യം, അമ്മയ്ക്ക് താമസിക്കാനുള്ള സൗകര്യം ഒരുക്കുക. അതിനെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കും. എന്തെങ്കിലും ഒരു സ്ഥിരീകരണം വരട്ടെ. വരുന്നതിന് മുമ്പ് നമ്മൾ എന്തെങ്കിലും പ്രഖ്യാപിക്കുന്നതോ അതൊന്നും ശരിയായ രീതിയല്ലല്ലോ. ഒരിക്കലും നമുക്ക് പ്രതീക്ഷ കൈവിടാറായിട്ടില്ല. പ്രതീക്ഷ അവസാന നിമിഷം വരെ നമുക്കുണ്ടാവും. അതെ, അതുകൊണ്ട് ജോയിയെ കിട്ടിക്കോട്ടെ. ജോയിയെ തന്നെ കിട്ടുന്നതാണ് നമ്മുടെ ആഗ്രഹം. അതെ, എന്തായാലും ജോയ്ക്കും കുടുംബത്തിനും താങ്കൾ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുടെ കൈത്താങ് ഉണ്ടാകും, ആ ഉറപ്പ് നൽകുന്നു അല്ലേ? തീർച്ചയായും. ഞങ്ങൾ മാത്രമല്ല, ഗവൺമെന്റ് തന്നെ പിന്നെ കൈത്താങ് ഉണ്ടാവും. റെയിൽവേയുമായും നമ്മൾ ബന്ധപ്പെടും. അവർ ടെൻഡർ ചെയ്തവരാണ്. അവരുടെയും ഒരു പങ്കാളിത്തം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കും. ഏത് നിലയിലായാലും ആ കുടുംബത്തെ ഞങ്ങൾ കൈയൊഴിയില്ല. ഞങ്ങൾ കൈത്താങ്ങായും സംരക്ഷണ ചുമതല ഏറ്റെടുക്കുന്നതിന് വേണ്ടി ഉള്ള ഇടപെടൽ നടത്തും. തീർച്ചയായും നടത്തും. വളരെ നന്ദി. എന്തായാലും MLA പ്രതികരിച്ചു തന്നെ.